നമസ്കാരം കൂട്ടുകാരെ. ക്ലാസ് 9ലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 10ാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 16 അതിലെ 2ാമത്തെ ചോദ്യമാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ചോദ്യത്തിലേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ ചോദ്യം. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അപ്പോൾ 1 മീറ്റർ നീളമുള്ള കമ്പി, ഓക്കെ, ഇതാണ് 1 മീറ്റർ നീളമുള്ള കമ്പി എന്ന് വിചാരിക്കാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 1 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം, അപ്പോൾ ഇതിനെ നമ്മൾ 2 കഷ്ണമാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ 2 കഷ്ണമാക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭാഗം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? സമചതുരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഈ ഭാഗം സമചതുരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി മറ്റേ ഭാഗം നമ്മൾ സമഭുജ ത്രികോണം. ഒരു മീറ്റർ നീളമുള്ള കമ്പിയെ നമ്മൾ ഒരു ഉപയോഗിച്ച് ഒരു സമചതുരവും അതേപോലെ ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കും. അപ്പോൾ ഈ 2 നീളങ്ങൾ തുല്യമല്ല കേട്ടോ. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ മുറിക്കുകയാണ്. എന്നിട്ട് അതിനെ സമചതുരം ഉണ്ടാക്കും. ഇനി സമചതുരം എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക? സമചതുരത്തിന് നമുക്ക് തൽക്കാലം ഇത് സമചതുരം എന്ന് വിചാരിക്കുക കേട്ടോ. ഇങ്ങനൊരു സമചതുരം. ഓക്കെ, ഇനി ഒരു സമഭുജ ത്രികോണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ സമചതുരത്തിൻ്റെ വശം x ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ വശം y ആണെന്ന് വിചാരിക്കാം. ഇത്ര ഇരിക്കട്ടെ. അപ്പോൾ 1 മീറ്റർ, അതായത് 100 സെന്റിമീറ്റർ നീളമുള്ള കമ്പിയെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം കൊണ്ട് സമചതുരവും മറ്റേ ഭാഗം കൊണ്ട് സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സമചതുരം. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശം എക്സും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം വൈയുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x സെന്റിമീറ്ററും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം y എന്നും കരുതുക. ഓക്കെ,
അപ്പോൾ സമചതുരത്തിൻ്റെ വശങ്ങളുടെ ആകെ നീളം എത്രയായിരിക്കും? സമചതുരത്തിൻ്റെ ഒരു വശം x ആണ്. അപ്പോൾ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും കൂട്ടിയാൽ x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 4x. ഇനി സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ ആകെ നീളം എത്രയാ? 3 വശങ്ങളാണുള്ളത്, ഒരു വശം y ആണ്. അപ്പോൾ 3y. ഓക്കെ. ഇനി ഈ 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ കൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നിബന്ധനയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ 1 മീറ്റർ കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ നിബന്ധന. 1 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് സമചതുരവും മറ്റേ കഷ്ണം വളച്ച് സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ നിബന്ധന പ്രകാരം സമചതുരത്തിൻ്റെ വശങ്ങളും സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളും കൂട്ടിയാൽ 1 മീറ്റർ. ഓക്കെ, അത് ഞാനിവിടെ നമുക്കത് എളുപ്പത്തിന് വേണ്ടി സെൻറ്റിമീറ്റർ ആക്കാം. 100 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന എന്താണ്? സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങ്. അപ്പോൾ എത്രയാ? 3x. സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങ്. അതെന്ന് പറഞ്ഞാൽ എത്രയാ? 2y. അത് കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഓക്കെ, സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ. അപ്പോൾ 3x പ്ലസ് 2y എത്രയാ? 71. ഇത് നമ്മുടെ സമവാക്യം 2. ഇനി ഇവിടെ എക്സിൻ്റെ ഗുണകം നോക്കുമ്പോൾ ഒരെണ്ണം എന്താണ്? അഭാജ്യസംഖ്യയാണ്. വൈയുടെ ഒരെണ്ണം 2 അല്ലാത്ത ഒരു അഭാജ്യസംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമവാക്യം 1നെ സമവാക്യം 1നെ ഇതാണ് സമവാക്യം 1, 3 കൊണ്ട് ഗുണിക്കുന്നു. നമുക്ക് എഴുതാം. പിന്നെ സമവാക്യം 2നെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. 3 × 4 12x, 3 × 3 9y, 3 × 100 300.
സമവാക്യം 3. ഇനി സമവാക്യം 2നെ 4 കൊണ്ട് ഗുണിക്കുകയാണ്. 4 × 3 12x. 4 × 2 8y. 4 × 71. ഇത് സമവാക്യം 4. ഇനി നമുക്ക് എന്താ, ഇവര് ക്യാൻസലായി പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഏതിൽ നിന്ന് ഏത് കുറയ്ക്കും? 9 വലുത്. അപ്പോൾ 9 8 9 വലുത്. സമവാക്യം 3ൽ നിന്നും സമവാക്യം 4 കുറയ്ക്കുക. സമവാക്യം 3 മൈനസ് സമവാക്യം 4. അപ്പോൾ 9y മൈനസ് 8y. 300 മൈനസ് 284. y സമം 16. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? y-നെ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ സമവാക്യത്തിലിടാം. അതല്ലേ കുറച്ച്, ഇതിൽ 3y ഉണ്ട്, 2y ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് y 16 എന്ന് സമവാക്യം 2ൽ കൊടുത്താൽ 3x പ്ലസ് 2 × 16 71. 3x പ്ലസ് 32 71. 3x 71 മൈനസ് 32. 3x 39. x 39/3. x 13. ഓക്കെ. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x, അതായത് 13. ഓക്കെ. അപ്പോൾ സമചതുരങ്ങളുടെ ആകെ വശങ്ങൾ എത്രയാ? 4 × 13. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? സമചതുരത്തിൻ്റെ ആകെ വശങ്ങളുടെ ആകെ നീളം. വശങ്ങളുടെ ആകെ നീളം എത്രയായിരിക്കും? 4 × 13. എത്രയാ? 52 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ ആകെ നീളം 4 × y. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. അപ്പോൾ 4 × 16 അല്ല,
തെറ്റിപ്പോയി. കാരണം സമഭുജ ത്രികോണത്തിന് 3 വശങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ 3 × 16 3 പൈ ആണ്. ഓക്കെ, അപ്പോൾ 48 സെൻറ്റിമീറ്റർ. അപ്പോൾ സമചതുരത്തിന് 52 സെൻറ്റിമീറ്ററും സമഭുജ ത്രികോണത്തിന് 48 സെൻറ്റിമീറ്ററും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ 52 എന്നും ഇവിടെ നമുക്ക് 48 എന്നും കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പിനെ 52 സെൻറ്റിമീറ്റർ ദൂരെ വെച്ച് നീളത്തിൽ കട്ട് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 13 സെൻറ്റിമീറ്റർ ഉള്ള സമചതുരം ഉണ്ടാക്കാം. അപ്പോൾ 13 × 4 52. ഇവിടെയോ ഇത് 48 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 16 16 16. ഓക്കെ, അപ്പോൾ കമ്പി നമ്മൾ മുറിക്കേണ്ടത് എങ്ങനെയാണ്? ആയതുകൊണ്ട് കമ്പിയെ 52 സെൻറ്റിമീറ്റർ 48 സെൻറ്റിമീറ്റർ എന്നീ നീളത്തിലാണ് മുറിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നല്ല ചിത്രമൊക്കെ വരച്ച് എല്ലാ സ്റ്റെപ്പുമായി എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.